ഇതൊക്കെ വൈൻ സ്റ്റോർ ചെയ്ത് വെക്കുന്നതുണ്ടോ. വൈൻ കാലപ്പഴക്കം ചെല്ലും തോറും അതിന് ടേസ്റ്റും കൂടും വീര്യവും കൂടുമല്ലോ. അപ്പോൾ ഇതൊക്കെ വൈൻ സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ്. ഇത് ആവശ്യാനുസരണം എടുത്ത് ഇവർ നമ്മുടെ സൂപ്പർ മാർക്കറ്റുകൾക്കും അതുപോലെ വിദേശത്തേക്കൊക്കെ കയറ്റി വയ്ക്കുന്നത് ഇവിടെ നിന്നാണ്. ഈ മോന്തി ബുൾച്ചിയാനോ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ്. ഇവിടുത്തെ വൈൻ വളരെ ഫേമസ് ആണ്. ഇതൊക്കെ വൈൻ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഒരുപാടുണ്ട് ഇവിടെ. ചെറിയ ജാറ് തേക്കണ്ട, കുഞ്ഞി ജാറ് തുടങ്ങി വലിയതുകൾ അങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ. ഇതൊക്കെ വൈൻ സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ്. റോഡ് സൈഡിൽ കൂടെ നടന്നു പോയപ്പോൾ ഉണ്ടല്ലോ ഒരു പെയിന്റ് ചെയ്യണ ഒരാളുടെ അങ്ങനെ ചില്ലി കൂടെ കാണാൻ പറ്റി. ഒരാളിരുന്ന് പെയിന്റ് ചെയ്യണേ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറിയതാ. ആൾക്ക് ഓർഡർ കൊടുത്തതാണ് ഈ ഫോട്ടോ പെയിന്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ആളിരുന്ന് പെയിന്റ് ചെയ്യണമൊക്കെ എന്ത് ഭംഗിയായിട്ട് പെയിന്റ് ചെയ്യണേന്നുണ്ടോ. ക്ഷമ നല്ലോണം വേണം. കളറൊക്കെ കൊടുത്ത് നല്ല അടിപൊളിയായിട്ട് പെയിന്റ് ചെയ്യണം. എല്ലാം പെയിന്റ് ചെയ്ത് വെച്ചിട്ട് ഇവിടെ കുറേ ഓർഡർ കൊടുത്തിട്ട് പെയിന്റ് ചെയ്താൽ മതി. എൻ്റെ ട്രെയിനിൻ്റെ ഇത് കണ്ടോ, നല്ല മരത്തുമ്മ എല്ലാം ചെയ്തേക്കണേ. കുപ്പിയുടെ മുകളിൽ അത് ലൈറ്റാകുന്നുണ്ട്. അതൊക്കെ ഇറങ്ങണം. ഓക്കെ, വേൾഡ് വൈഡ് ഷിപ്പിംഗ് എഴുതിയേക്കണം. നല്ല ഭംഗിയുണ്ട് കാണാനല്ലേ. 12 ലിറ്ററിൻ്റെ വൈനാണ്. Questo pure è la vino tutto pure l'antica? Questo qua è un Brunello di Montalcino, quindi viene fatto a Montalcino. Ah, Montalcino, ok. Quanto costa questo 12 litri? Allora, questo guarda, i prezzi sono tutti sui cartellini, viene 3.500. Oh, 3.500 euro annഇതിന്. എൻ്റെ പൊന്നെ, 12 ലിറ്ററിന്. Questo è tutto vostro? No, sono vini Solo di per vendere, tradizione. ok. Sì. Però non sono di qua, non vengono fatti qua. Ah, ok. Questo fino alle gennaio, vero? Cosa fino a gennaio? E questo negozio dopo voi chiudono? No, questo... sempre aperto. tutto l'anno, sì. Ok. Sempre aperto. Va bene, grazie. പോകുന്ന വഴിക്ക് ഞങ്ങൾ കണ്ട ഒരു ബുള്ളറ്റ് ആണ് കേട്ടോ, ബെനെല്ലി. ഇത് കുറച്ച് ഉള്ളിലേക്കായിട്ട് അവർ ഒതുക്കി വെച്ചേക്കാണ്. അങ്ങനെ സംഭവം നല്ലതാണല്ലോ അല്ലേ, 2 സീറ്റായിട്ട്. ഓക്കെ, ജസ്റ്റ് അത് കയറിയിരുന്നാലോ. പെണ്ണുങ്ങൾക്കൊരു സ്വഭാവം ഉണ്ടല്ലോ, റോഡ് സൈഡിൽ എവിടെ ബാഗ് ഉണ്ടായാലും അതൊന്ന് പിടിച്ചു നോക്കണമെന്ന്. 39 യൂറോ ഒക്കെ ഉണ്ട് ഒരെണ്ണത്തിന്. എന്താ പൊന്നെ, നല്ല വിലയാണ്. ഇതോ അതെ, ലെതറിൻ്റെ ഒക്കെ ഉണ്ടാ. സോഞ്ചേട്ടാ, ചേച്ചിക്ക് മേടിക്കണ്ടോ? ചേച്ചിക്ക് മേടിക്കണ്ടോന്ന് കണ്ട തൊപ്പി. ആ തൊപ്പി നോക്കിയത്, ഈ തൊപ്പി ഉണ്ടോ? അതൊക്കെ നോക്കിയാ ഇത് ഞെക്കുമ്പോ കണ്ടിട്ട് കൈ കൊണ്ടോ. അയ്യോ, നല്ല രസം. ആ ചെവി നല്ല ഭംഗിണ്ട് ഇത് കാണാല്ലേ. Adesso cominciato il lavoro? Sì, da sempre. Qual è più bello? Paesi tu o Italia? Quale? Non lo so perché in India non ci vado da 20 anni. Sì. Non l'ho vissuta, quindi non lo so. Ah, Non mamma, ho papà. nessuno. I cuti Punjabi untò. Mamma papà tutto qua, vero? Mamma, papà e te, meri nanni, anche tanti e credava. Va bene, ഇവിടെയാണ് ജോലി ചെയ്യണേന്ന്. ബ്രാവ, കോംപ്ലിമെന്റി. Grazie. ചാവോ ദിസോരോ. Ciao. നടന്ന അവശതയായ അവസാനം നമ്മളിതേ ക്രിസ്മസ് വില്ലേജിൽ എത്തിച്ചേർന്നു കേട്ടോ. ഇതാണ് ക്രിസ്മസ് വില്ലേജ്. ക്രിസ്മസിന്റെ കാര്യങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ. നമുക്ക് ഓരോ കടകളായിട്ട് പോയി കാണാം. വാ. ഓരോരോ കടകളിലും ക്രിസ്മസിന്റെ ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഫസ്റ്റ് തന്നെ കടയിൽ ചോക്ലേറ്റ്, ഇത് ചോക്ലേറ്റിൻ്റെ സെക്ഷൻ. വെറൈറ്റി ചോക്ലേറ്റുകൾ കേട്ടോ. ചോക്ലേറ്റ് ബ്ലാക്ക് കളറിലുള്ളത്, വൈറ്റ് കളറിലുള്ളത്, രണ്ടും മിക്സ് ചെയ്തത്. പിന്നെ പിള്ളേരെ പറ്റിക്കാൻ വേണ്ടി കോലുമ കൊത്തിയ മിഠായികൾ. ഇതൊക്കെ ഇത് ആകൃതിയിൽ ഉണ്ടാക്കി വെച്ചാൽ നോക്കിയേ. എന്താ മോനെ, അങ്ങനെ വ്യത്യസ്തമായ രീതിയിലുള്ള ചോക്ലേറ്റുകളുടെ ഒരു കടയാണിത്. വീഡിയോയിൽ കാണാൻ പറ്റുമെന്ന് അറിയില്ല, അവരുടെ ചോക്ലേറ്റ് മിക്സ് ചെയ്യുന്നുണ്ടോ. ഇനി അത്
ചോക്ലേറ്റ് ആക്കി എടുക്കാനായിട്ടുള്ള ഫസ്റ്റ് പ്രോസസ്സിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതൊക്കെ ഇവരിവിടെ തന്നെ ഉണ്ടാക്കണതാണ് കേട്ടോ. ഒക്കെ ഫ്രഷ് സാധനങ്ങളാ നമുക്ക്. അടുത്ത കട എന്തിട്ടാ? അടുത്ത കടയിൽ എനിക്ക് തോന്നുന്നു Safrano, i nostri paesi quando nasce un bambino, quando una persona è la gravidanza, noi mangiano questo, capito? Dopo dicono vieni una bambina bella, capito? I nostri paesi dicono Kungumapu, che era la India. Va bene, grazie, molto gentile. Sì, Safrano, sì. ഇത് che cosa questo signore? Caramelle balsamiche per il mal di gola. തൊണ്ടവേദനയ്ക്കൊക്കെ ഉള്ള മിഠായി എന്ന് പറയണത് ഇത്. തൊണ്ടവേദനയ്ക്കുള്ളത് കണ്ടോ, ഗ്രീൻ കളറിലുള്ളത്. ഇതൊക്കെ ഫ്രൂട്ട്സുകൾ ഉണക്കിയത് കേട്ടോ. ആപ്പിൾ ഉണക്കിയത്, പേരുണക്കിയത്, എല്ലാം ഉണക്കിയ സാധനങ്ങള് കണ്ടോ. എല്ലാ ഫ്രൂട്ട്സ് ഉണക്കിയതാണിത്. Va bene, grazie signora. വീട്ടിലൊക്കെയുള്ള കാര്യങ്ങളാണ്. ഉണ്ണീശുവിൻ്റെ ഒരു പ്രതിമ വെച്ചിട്ടുണ്ട്. പിന്നെ മാതാവിൻ്റെ, ഔസേപിതാവിൻ്റെ, അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു പുൽക്കൂടുകൾ. അപ്പോൾ ക്രിസ്മസ് നെക്സ്റ്റ് വീക്ക് ക്രിസ്മസ് ഉള്ളൂ. അപ്പോൾ ഈ പുൽക്കൂടുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ വാങ്ങിച്ചിട്ട് പോവാം. ആവശ്യക്കാർക്ക് റേറ്റൊക്കെ കൂടുതലാണ്, അത് കാരണം ആരും അധികം വാങ്ങിക്കില്ല കേട്ടോ. ഈ ഒരു ചെറിയൊരു പുൽക്കൂടിന് കണ്ടോ 8 യൂറോ ആണ്. ഭയങ്കര റേറ്റ് അല്ലേ, റോമിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഭയങ്കര റേറ്റ് കൂടുതലാണ് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് ആരും വാങ്ങിക്കില്ല. ഫസ്റ്റ് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകാമല്ലോ എല്ലാവർക്കും. കുഞ്ഞു കുഞ്ഞു വീടുകൾ ഉണ്ടാക്കിയിട്ട് ഓരോന്ന് ഇവരിങ്ങനെ വിൽക്കാൻ വേണ്ടി വെച്ചൊക്കെ ഉണ്ടാവും. ഇവിടെ നിറച്ച് പാവകൾ. ഓരോ സ്ഥലത്ത് ഓരോ രീതികളാണ്. ഇവിടെ ക്രിസ്മസിൻ്റെതായത് വേറെ രീതിയിലുള്ള പുൽക്കൂടുകൾ, ഇത്രയും കൂടി കളർഫുള്ളായിട്ടുള്ള പുൽക്കൂടുകൾ, അതുപോലെ തന്നെ ഉണ്ണിയേശുവിൻ്റെ ഇതുണ്ട്. അങ്ങനെ വെറൈറ്റി സാധനങ്ങളാണ് കേട്ടോ വേറെ സെക്ഷനിൽ. ഇത് കുറേ ഉണ്ട്, കുറച്ചൊന്നല്ല, ഒരുപാട് കുഞ്ഞു കുഞ്ഞു ടെൻറ്റുകൾ പോലെ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നല്ല ഭംഗിയിട്ടല്ലേ കാണാൻ. ട്രെയിനിൻ്റെ ഇതല്ലേ, മരം കൊണ്ട് ഉണ്ടാക്കിയതാ കേട്ടോ. സ്നോന്ന് എഴുതിയാണ്, സ്നോന്ന് എഴുതിയിട്ടുണ്ട് കണ്ടാ. മാൻ അതുമ്മേ മോന്തെ പുൽച്ചിയാനോ എന്ന് എഴുതിയിട്ടുണ്ട് ഇവിടെ. ഇത് ഭംഗിയാ കാണാൻ. നോക്കി മരത്തിന്റെ വെറൈറ്റീസ്. Ciao, proprio bellissimi. ഒരു സിനിമ വില ചോദിച്ചതാണ് കേട്ടോ. 15 യൂറോ എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരത്തി വെച്ചിട്ട് പോയി. ഭയങ്കര വിലയാണ്. ഇത് ബദാം കൊണ്ട് ഉണ്ടാക്കിയ ചോക്ലേറ്റ് ആണ് കേട്ടോ. ഞാൻ ജസ്റ്റ് പറഞ്ഞ് എടുക്കാന്ന് വെച്ച് ചോദിച്ചപ്പോൾ 4 യൂറോന്ന്. 4 യൂറോയ്ക്ക് കഴിക്കാനുള്ളതില്ല. അപ്പോൾ പിന്നെ ഞാൻ ജസ്റ്റ് വേണ്ടാന്ന് വെച്ചു. അപ്പം അത്രയും അവർ പറഞ്ഞു വേണമെങ്കിൽ ടേസ്റ്റ് ചെയ്ത് നോക്കിക്കോളാൻ പറഞ്ഞു. എനിക്ക് ചോക്ലേറ്റ് വലിയ ഇഷ്ടമല്ലാത്തതാണ് കൂടി സംഭവം അവിടെ വെച്ചിട്ടോ. ഇത് കാപ്പിയുടെ ചോക്ലേറ്റ് ആണ് കേട്ടോ. ഇതേ കണ്ടോ, അതൊക്കെ ചോക്ലേറ്റ് പീസുകളാണ്. ഇത് 100 ഗ്രാമിന് 5 യൂറോ. പക്ഷേ ഇത്ര വില കൂടുതൽ എന്താണെന്ന് വെച്ചാൽ ഫ്രഷ് ആയതുകൊണ്ടാണ്, കെമിക്കലൊന്നുമില്ല. പിന്നെ അപ്പുറത്തെ സൈഡിൽ ഇതേ പിള്ളേരെ അട്രാക്ട് ചെയ്യാനായിട്ട് കുറേ പാവകളെയൊക്കെ തൂക്കിയിട്ടുണ്ട്, തലയിൽ വെക്കണ തുപ്പികൾ പോലെയൊക്കെ. അങ്ങനെ ഇപ്പുറത്തെ സൈഡിൽ ജാമുകളുടെ സെക്ഷനാണ്. ഫ്രഷ് ആയിട്ടുള്ള ജാമുകൾ, ആൽബിക്കോക്ക, അതുപോലെ തന്നെ ആപ്പിളിൻ്റെ ഉണ്ട്, പേരയുടെ ഉണ്ട്. ടേസ്റ്റ് വേണമെങ്കിൽ നമുക്ക് നോക്കാം. അതുപോലെ തന്നെ തേൻ, ഫ്രഷ് തേൻ ഉണ്ട്. ആൾക്കാർ ടേസ്റ്റ് ഒക്കെ നോക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യക്കാർക്ക് വാങ്ങിക്കാം. അല്ലാതെ കാണുമ്പോൾ നമുക്ക് നാട്ടിൽ കൊത്തിപ്പെരുന്നാളുടെ സമയത്തൊക്കെ ഇതുപോലെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കടകൾ ഉണ്ടാവില്ലേ. ഇത് ഇയർ ചെയിനാണ് കേട്ടോ. ഇതൊരു ഭംഗിയുള്ള ഇയർ ചെയിനാണ്. നോക്കിയേ, ഇയർ ചെയിന്, അതുപോലെ തന്നെ കൈ ചെയിൻ, മാലകൾ, തൊപ്പി, അങ്ങനെ വെറൈറ്റി സാധനങ്ങൾ. ആ കടയിലേക്കാണ്. കൊച്ചിനാണോ നല്ല ഭംഗിയുണ്ട്. ചേട്ടാ വീഡിയോ ഒന്ന് അങ്ങോട്ട് തിരിച്ചു. ചേട്ടാ നല്ല ഭംഗിയുണ്ട്. ചാവോ. അങ്ങനെ നല്ല ഭംഗിയുള്ള മാലകൾ, രസം കാണാൻ. ഇതൊക്കെ ഈ കളർ നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ, മാലയുടെ ഒക്കെ. അടുത്തത് വൈൻ്റെ സെക്ഷൻ. വൈൻ തന്നെയല്ല, സ്പുമാന്തയുണ്ട്. ടേസ്റ്റ് നോക്കാനും ഇതിലൂടെ ആൾക്കാർക്ക് നോക്കാം. പിന്നെ അത് ഇങ്ങനെ കടകൾ ഇങ്ങനെ കിടക്കാം, ഒരുപാട് കുറേ ഉണ്ട്. ഒരു ദിവസം വേണത് കണ്ടു കഴിയണമെങ്കിൽ.
പിന്നെ ഇതുപോലെ തന്നെ ഇടത് സൈഡിലായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇറ്റലിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ ഇവിടുത്തെ ഫോർമാജോ ഉണ്ട്, ചീസാണ് കേട്ടോ. ആ ചീസിൻ്റെ കടയാണ്. വലിയ ചീസുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ സലാമി, ഇത് പോർക്കിറച്ചി ഉണക്കിയിട്ട് ചെയ്യണതാണ് കേട്ടത്. ചേട്ടാ അതൊക്കെ ഈ ചീസ് ഒന്ന് കവർ ചെയ്തേന് ചേട്ടാ, നല്ല ഭംഗിയില് കാണാനായിട്ട്. Ciao signora. Signora, che cosa di questo? Questo è pecorino di Pienza. Ah, pecorino. No, questo è il colore. Tutti Pienza. Tutti Pienza. Ah, ok. Questo tutto fare voi? Ah. ഓക്കെ, ഇവരൊക്കെ ഇവര് ഉണ്ടാക്കുന്ന ഫ്രഷ് സാധനങ്ങളാണ്. അയ്യോ, ഇത് നമ്മുടെ പന്നിയല്ലേ, കാട്ടുപന്നി. ആഹാ, കാട്ടുപന്നിയുടെ അയ്യോടാ പാവം. ഇതുപോലെ തന്നെ ചില്ലിൻ്റെ ആണത്. ആ ചില്ലിൻ്റെ ഇങ്ങനെ നമുക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റിയ സാധനങ്ങളാണ് കേട്ടോ. 25 യൂറോൻ്റെ 28 യൂറോൻ്റെ അങ്ങനെ പല റേറ്റിലുണ്ട്. ഇപ്പുറത്തെ സംഭവം ഇച്ചിരി കൂടിയും വെറൈറ്റി ആയിട്ട് തോന്നണേ, മരത്തിൻ്റെ തന്നെ. ഓക്കെ, ഈ സംഭവം നോക്കിയേ, ഇത് കറങ്ങണുണ്ടോ? ഫാത്തോ തൂ പീസുകളുണ്ട് ഇതുപോലെ ബോക്സിൽ. ഓക്കെ, നമുക്ക് തന്നെ ചെയ്യാന്ന് പറയണേ, പിള്ളേർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്. ഓക്കെ, ടൊസ്കാന. അപ്പൊ ഇതുപോലത്തെ Okay, the wood is not, cut the trees, all recycled. It's produced in Tuscany, not in China. Okay, China കാരല്ല. Non è made in China. Not made in China, it's made in Toscana. Made in Toscana. Absolutely, yes. അപ്പൊ ഇതൊക്കെ മരത്തിന്റെ ഉണ്ടോ, ഇതൊക്കെ എന്താ മരത്തിന്റെ റൂളുകൾ, ഇതെല്ലാം ഇയാൾ ചെയ്താണ്. ഇയാൾ പറയുന്നതാണ്. So this is the movement studied by Leonardo, and on top we put a drop falling down in the water. Okay. All the circle around, no? Up and down. Up and down. It's the water, the drop, and all the circle. Look at that. Beautiful fly and break. അത് കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെ പറക്കണ. This is the first helicopter. First helicopter. Yes. Okay. Because they started from here. And then they move. This is the first invention of helicopter, like first fly with the wings. Okay. And all made by Leonardo and all made by our little factory in Toscana. Then like this is a connection with the valley where we live, Valdichiana. Valdichiana. With the libellula. And because it's so important, maybe, I don't know if you already tasted the aglione. It's a garlic. This is the symbol of aglione. It's a garlic that you can find in Valdichiana. The libello is so like to put in the flowers of the aglione. So there is a connection with the fly of the study of Leonardo and the connection with the valley where we are. Okay. നൂല് വെച്ചിട്ടുള്ള മാലാണ്. ഇറ്റാലിയൻസിനെ കേട്ടാ, ഹസ്ബൻഡും വൈഫാണ്. ആളോട് പറയാണ് നീ ഒന്ന് വെച്ച് അവരൊന്ന് കാണിച്ചു കൊടുക്കട്ടെ ഹസ്ബൻഡിനോട്. നോ വബ്ബേനെ പോലെ ബെല്ലീസിമോ സിഞ്ഞോരാ. നൂലുകൊണ്ട് ഉണ്ടാക്കിയത് ഉണ്ടോ, എന്തൊരു ഭംഗിയാ കാണാൻ. നോക്കിയേ, നൂലുകൊണ്ട് ഉണ്ടാക്കിയ മാല. ഇതൊക്കെ കണ്ട പല പല ഇതൊക്കെ ഇങ്ങനെ നോക്കിയേ, നല്ല രസമുള്ള നൂലുകൾ ഉണ്ടാക്കിയ മാലകള്. അടുത്ത നമ്മൾ കാണാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായ ഒരു സംഭവം കേട്ടോ. പ്രാചീന കാലത്തെ മൊന്ത പുൽച്ചിയാനോലുള്ള ഒരു കിണറാണ് കേട്ടോ. നമുക്ക് നോക്കാം. ഇതേത് മോനെ വീട്ടിലല്ലോ, അതൊരു സമാധാനമുണ്ട്. അടച്ചു വെച്ചേക്കാ, അല്ലെങ്കിൽ നമ്മള് മലയാളികളെ ഒന്ന് എത്തിയാക്കണ ഒരു സ്വഭാവം ഉണ്ടല്ലോ. വലുതും കാണാൻ പറ്റുമോ? ഒന്നും കാണാൻ പറ്റില്ല, അടച്ചു വെച്ചേക്കാം. വെള്ളം ഉണ്ടല്ലേ? ഓ ഇല്ല ഇരുട്ടാ. ഇത് കപ്പിയല്ലേ ഇത്? ഇത് കപ്പി. അപ്പുറത്തെ സൈഡിലുണ്ട്. അപ്പൊ രണ്ട് സൈഡിൽ നിന്ന് വെള്ളം കോരാനായിട്ട്. ഓക്കെ നല്ലതാണോ അല്ലേ?
ഇത് പക്ഷെ ഇത് ലോക്ക് ചെയ്ത് വെച്ചേക്കാണ് രണ്ട് സൈഡിലും. അതിന് സത്യം നമ്മുടെ നാട്ടിലൊക്കെ വേസ്റ്റ് ഇട്ടാണ്, ഇവിടെയൊക്കെ എന്ത് ഇതായിട്ടാണ്. അതും നോക്കിയ ഈ കിണറ് ഇപ്പോഴും ഇവിടെ സൂക്ഷിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മുൻപത്തെ കാര്യങ്ങളോടും അതുപോലെ തന്നെ മുന്നത്തെ ഓരോ വസ്തുക്കളോടും അവർക്ക് ആരാധന ഉള്ളത് കൊണ്ട് ഇപ്പോഴും സൂക്ഷിച്ചു വെക്കണം. നമ്മുടെ നാട്ടിലാണെങ്കിലോ ഇത് പണ്ടേ തല്ലി പൊളിച്ച് വെള്ളക്കളഞ്ഞാണ്, ശരിയല്ലേ? അപ്പോൾ ഇവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ കാര്യങ്ങളോടും അതിനെ കൂടുതലും മുന്നോട്ട് വന്ന തലമുറകൾ കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇറ്റാലിയൻസും അതുപോലെ തന്നെ വിദേശികളൊക്കെ. പക്ഷെ നമ്മളെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, പുതിയ ബിൽഡിങ്ങുകൾ പണിയുക, പുതിയ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ പഴയതിനൊക്കെ ആ പാടെ തന്നെ തല്ലിപ്പൊളിച്ച് കളഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ നാട്ടിൽ ഇതുപോലെ എവിടെയെങ്കിലും കാണുമോ പണ്ടത്തെ 1000-10,000 വർഷം പഴക്കമുള്ള കിണറുകളൊക്കെ? ഇല്ലെങ്കിലും കാണില്ല. ഇത് ചോക്ലേറ്റിന്റെ ഒരു കടയുണ്ടാ. കൂടെ വന്ന് ചേച്ചിമാരൊക്കെ ചോക്ലേറ്റ് ഒക്കെ മേടിച്ച് കൊണ്ടുപോവാണ്. ചോക്ലേറ്റ് മേടിക്കാൻ പ്രായപരിധി ഇല്ല എന്ന് പറയണത് കണ്ടോ? ചോക്ലേറ്റ് ഒക്കെ മേടിച്ചിട്ടുണ്ട്. കപ്പലണ്ടി മിഠായി ഉണ്ട്, ബദാമിന്റെ മിഠായി ഉണ്ട്. ഇത് മറ്റേ നമ്മുടെ ഇത് കപ്പലണ്ടി മിഠായിയാണ്. പിന്നെ ബദാമിന്റെ ഉണ്ട്, നൊച്ചിയോളയുടെ ഉണ്ട്. പിന്നെ ആ കപ്പലണ്ടിയുടെ മറ്റേ ബദാമിന്റെ തന്നെ വേറെ ഒരു ഐറ്റം ഉണ്ട്. വെറൈറ്റി പിസ്താക്കിയോ ഇതെന്തിട്ടാന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നാട്ടിൽ കാട്ടിക്കളയുന്ന സാധനമാണ്. ഇവിടെ €2.50 മത്തങ്ങക്കുരുവാണ്, മത്തങ്ങക്കുരു. പക്ഷെ എന്താ നോക്കി. പിന്നെ ഇങ്ങോട്ട് പോകുമ്പോഴൊക്കെ പിള്ളേരെ പറ്റിക്കാൻ വേണ്ടി ഓരോന്നൊക്കെ ഉണ്ടാക്കി വെച്ചേക്കാണ്ട് ഇങ്ങനെ ക്രിസ്മസിന്റെ ഈ വാതിലുമ്മയും അതുപോലെ തന്നെ ബൈക്കുമ്മയും ഒക്കെ തൂക്കിയിടാൻ പറ്റിയത്, പിള്ളേരുടെ സ്കൂൾ ബാഗൊക്കെ വേണമെങ്കിൽ തൂക്കിയിടാനൊക്കെ പറ്റിയ ആദ്യമൊക്കെ ഉണ്ടായി. ഇപ്പൊ ക്രിസ്മസ് ആയതുകൊണ്ട് വീടിന്റെ ഫ്രണ്ടിലൊക്കെ തൂക്കിടാൻ പറ്റിയ സാധനങ്ങളാണ് കേട്ടോ. മോനെ ഹെലികോപ്റ്ററിന്റെ കണ്ടോ? ഇത് എയർ ബലൂൺ ഉണ്ട്, ഹെലികോപ്റ്ററും ഉണ്ട് അല്ലേ? ഹെലികോപ്റ്ററിന്റെ ഞാൻ കണ്ടായിരുന്നല്ലോ. അതെ ഹെലികോപ്റ്റർ, ഇത് എയർ ബലൂണിന്റെ അല്ലേ? ഇത് എയർ ബലൂൺ നോക്കി. അയ്യടാ, ക്രിസ്മസ് അപ്പൂപ്പൻ, താഴെ ക്രിസ്മസ് അപ്പൂപ്പൻ, മുകളിലെ എയർ ബലൂൺ കണ്ടോ? ഇതിങ്ങനെ കിളിക്കാൻ വേണമെങ്കിൽ ഒച്ചയൊന്നും ഇല്ല കേട്ടോ. അവിടെ വെച്ചേക്കാം. പുറകിലും കിട്ടാൻ വന്നപ്പോണ്ടല്ലോ നമ്മുടെ ഗണപതി ഇരിക്കണ, ബുദ്ധൻ ഇരിക്കണ കണ്ടോ? അതിന്റെ കൂട്ടത്തില് വെറൈറ്റി കല്ലുകള്, പല കളറിലുള്ള കല്ലുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. കല്ലുകൾ കണ്ടപ്പോഴാണ് ജസ്റ്റ് ഒന്ന് കയറി നോക്കി. അപ്പോഴാണ് നമ്മുടെ ഗണപതിനെയും ബുദ്ധനെയും കണ്ട്. ഗണപതി ഇത്തിരി കൂടി വലിയതുണ്ട് പുറകിലായിട്ട്. അത് ചീസുകൾ കണ്ടോ? എന്ത് വലിയ ചീസാന്ന് നോക്കിയത്, ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചേക്കാണ്. ഇറ്റലിയിൽ വന്ന ചീസ് കഴിക്കാത്തവരാരായിട്ടുണ്ടാവില്ല. ചീസ് നമ്മൾ നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. കണ്ടോ? ടേസ്റ്റ് നോക്കാനായിട്ട് ഓരോ പീസ് അവിടെ വെച്ചിട്ടുണ്ട്. ടേസ്റ്റ് നോക്കല്ല, നമ്മൾ നേരത്തെ നോക്കിയതാ. ഇങ്ങനെ ചെയ്തെടുക്കണം കണ്ടോ അല്ലേ? ഭംഗിയാ. ഒരു മണി ഞാൻ പഴുത്ത് കഴിച്ചു. എങ്ങനെയുണ്ട് ഈ സെക്ഷൻ? ഇച്ചിരി കൂടി വെറൈറ്റി ആയിട്ട് ഒരു സെക്ഷൻ ഉണ്ട്, സോപ്പുകളുടെ സെക്ഷനാണ്. ഇതേ നാരങ്ങയുടെ സോപ്പുണ്ട്, നാരങ്ങയുടെ മണമുള്ളത്, അതുപോലെ തന്നെ ലവാന്തയുടെ മണമുള്ളത്. ഓക്കെ ഓക്കെ. Marsiglia olive oil inside. Marsiglia olive oil inside. ഓക്കെ. Natural 100%. പുള്ളിക്കാരൻ പറയുന്നത് ഒലിവ് ഓയിലൊക്കെ വെച്ച് സംഭവം ചെയ്തതാണ്. നല്ല ഗുഡ് ക്വാളിറ്റിയാണ്. അതുകൊണ്ട് നമ്മുടെ ബോഡിക്കും നല്ലതാണ്, കെമിക്കലൊന്നും ഇല്ലാത്തതാന്ന് പറയണത്. ഇതേ ലാവന്തയുടെ ഉണ്ട്. 1 piece 250, 5 piece 10 euro. 1 piece 150. 250. 1 piece 250. 250. 10 piece 5 piece 10 euro. 10 2 euro 1 piece. ഒരു പീസിന് €2 ആണ്. 5 പീസ് എടുക്കുകയാണെങ്കിൽ 10 രൂപയ്ക്ക് തരാമെന്ന്. അടുത്തത് കേക്കിന്റെ സെക്ഷൻ ഉണ്ട്. ക്രിസ്മസ് സമയത്ത് ഇവിടെ വരുന്ന കേക്കുകളുടെ 2 കേക്കുകളാണ്. ഒന്ന് പന്നത്തോണെ, ഒന്ന് മറ്റേത് പന്തോറന്ന് പറഞ്ഞത്. ഇത് പന്നത്തോണെ കേട്ടോ. ഇത് മറ്റേ നമ്മുടെ മുന്തിരിയൊക്കെ വെച്ചിട്ടുള്ളതുണ്ട്. അല്ലാണ്ട് മുന്തിരി ഒന്നും വെക്കാണ്ട് ചെറിയ പഞ്ചസാരയൊക്കെ മുകളിലോട്ട് വെച്ചിട്ടുണ്ട്. വബ്ബേനെ ടേസ്റ്റ് നോക്കാൻ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ ടേസ്റ്റ് എടുത്ത് നോക്കാം കേട്ടോ. അവിടെ ചെന്നാലും ടേസ്റ്റ് വെക്കോ പോണോ. അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് ഒരു മ്യൂസിയം കേട്ടോ. ടിക്കറ്റ് ഒന്നുമില്ല, ഫ്രീയാ, കയറി നോക്കാം.
നോക്കാം. ഗ്രാദിസ് അസ്ഥികൂടം കണ്ടോ? കണ്ടോ? പേടിയാ കണ്ടോ? പേടിയില്ലേ? എനിക്ക് പേടിയുണ്ട്. കാലിന്റെ ഒക്കെ നോക്കിയേ, മുട്ടുകാലി കണ്ടോ? ശരിക്കുള്ളത് ഒറിജിനലാണ്. ആരുടെ ആയിരിക്കും ഇത്? നോക്കിച്ചു നോക്കാം. ഇവിടെ ഇത് ആരുടെയാന്ന് അറിയില്ല കേട്ടോ. ഇതൊരു ഒറിജിനൽ അസ്ഥികൂടാണ്. കണ്ടോ? ആളുടെ പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇയാളെ കൊന്നത് ഈ രീതിയിലാണ്. ഇതുപോലെ തന്നെ ഈ ഫോട്ടോയിൽ കാണിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ഈ കമ്പിയുടെ ഉള്ളിലാണ് ഇയാളെ ഇറക്കി തൂക്കി കൊന്നത്. സെയിം തന്നെ കണ്ടോ? ആളുടെ അസ്ഥികൂടം ഇവിടെ കൊടുത്തേക്കണ നോക്കിയേ. ആളുടെ വായയിൽ ഒരു കമ്പി വരെ കയറ്റി വെച്ച് വളരെ ക്രൂരമായ നിഷ്ഠൂരമായ രീതിയിലാണ് ഇയാളെ കൊന്നിരിക്കണേ. അടുത്ത നമ്മൾ പോകാൻ പോകുന്നത് കസല്ലോ ദി ബാബു നത്താളെ. ഇത് ചെറിയ ഒരു ഇടവഴി കൂടെ 2 സൈഡിലും നിറച്ച് മരങ്ങളും അതുപോലെ തന്നെ ലൈറ്റുകളൊക്കെ സെറ്റ് ചെയ്തിട്ടാണ്. രാത്രി ആവാത്തതുകൊണ്ടാണ് ലൈറ്റുകൾ കാണാൻ പറ്റാത്തത് കേട്ടോ. അതുപോലെ തന്നെ നത്താളെ മോന്തെ പുൾച്ചിയാനോ എന്ന് പറഞ്ഞിട്ട് അവിടെ റൈറ്റ് സൈഡിൽ കണ്ടോ റെഡ് കളറിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഭംഗിയെ കാണാൻ നോക്കി ലൈറ്റൊക്കെ വെച്ചിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ കൂടാന്ന് ചേച്ചിമാരും ഇറ്റാലിയൻസ് ഒക്കെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. മൂന്ന് പേരും വൈറ്റ്, ഏകദേശം വൈറ്റ് ഒക്കെ ആയിട്ടാ. ഇവിടെ എത്തിയിട്ടുണ്ടല്ലോ, അമ്പാടിക്കുണ്ടല്ലോ പോണിയുടെ പുറത്തൊന്ന് കയറണമെന്ന്. അപ്പൊ എന്തായാലും ഒന്ന് കയറ്റിയേക്കാന്ന് വിചാരിച്ചു. 5 യൂറോ ആണ് പിള്ളേർക്ക് കയറണമെങ്കിൽ. നമുക്കത് ടിക്കറ്റ് എടുക്കാം. ചേട്ടാ ഞാൻ കൊടുക്കാം. വിളിക്കണ്ടല്ലോ. അയ്യോടാ നോക്കിയേ. കറണ്ടിന്റെ ആണോ അത്? കറണ്ടിന്റെ സൈക്കിളാണോണ്ട്. ഇതിന്റെ ഷോറൂം ആണ് കേട്ടോ. സൈക്കിളിന്റെ സൈക്കിളും ഉണ്ട്. സൈക്കിള് മാത്രമേ ഉള്ളൂ അല്ലേ? അതെ, സൈക്കിള് മാത്രമേ ഉള്ളൂ. സൈക്കിളിന്റെ ഷോറൂം ഇലക്ട്രിക്കല് വർക്കിംഗ്. ഓരോ മെല്ല കൊള്ളാലോ. No. Grazie signora. Grazie signora. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് വൈൻ ഉണ്ടാക്കുന്ന ഫാക്ടറിയാണ് കേട്ടോ. അപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഫാക്ടോറിയ ദെല്ല തലോസ കന്റീന സ്റ്റോറിക്ക എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. വായിച്ചിരി കൂടെ വാ. ചെറിയൊരു ഉള്ളേരിയ കൂടെ ഇങ്ങനെ നടന്നു, പക്ഷെ നല്ല രസം. ഫ്രീ വിസിറ്റ് ആൻഡ് വൈൻ ടേസ്റ്റിംഗ് എന്ന് എഴുതിയിട്ടുണ്ട് ഇവിടെ. അവിടെ അണ്ടർഗ്രൗണ്ട് വൈൻ സെലക്ട് അവർ. അങ്ങനെ കന്തീനാണെന്ന് പറയുന്നത് ഫാക്ടറി. അത് ഇവിടെ താഴത്തേക്ക് നമുക്ക് ഇറങ്ങി പോകട്ടാ. സ്റ്റെപ്പ് ഒക്കെ വെച്ചിട്ട് താഴത്തേക്ക് ഇറങ്ങിക്കണം. ഇറങ്ങി താഴത്തേക്ക് കുറേ പണിയുണ്ടെന്നുണ്ട്. എൻ്റെ പൊന്നെ, പടി ഇറങ്ങി താഴത്തേക്ക് പോകണം. ഈശ്വര ശിവനെ, ഈ പണ്ടത്തെ വൈൻ കുപ്പികള്
ഇത് വീരും കൂടി പോകുമ്പോഴെടുത്ത് കൈ പിടിക്കാം. പണ്ടത്തെ കാലത്ത് വൈനൊക്കെ ഉണ്ടാക്കി വെക്കണ ജാറാണ് കേട്ടോ, വലിയ ജാറ്. ഇതിൽ നിറച്ചും ഒരു വൈനൊക്കെ മുന്തിരിയൊക്കെ ഉണ്ടാക്കിയിട്ട് വൈനാക്കി വെക്കേണ്ടത് ഇതിലാണ് പണ്ടത്തെ കാലത്ത്. വൈൻ ഉണ്ടാക്കി വെക്കുന്ന വലിയ വലിയ ജാറുകളുണ്ട്, അത് തുറന്നെടുക്കാനായിട്ടുള്ള സംവിധാനങ്ങളും ഉണ്ട് കേട്ടോ അവിടെ. ഓൾറെഡി ഇതിൽ കാണിച്ചു തരുന്നുണ്ട് വൈനുണ്ടോ ഇത്. ഇത് വൈൻ ഉണ്ടാക്കി വെക്കണ ജാറുകൾ കണ്ട്, വലിയ വലിയ ജാറുകൾ, എത്രയോ ലിറ്ററിന്റെ ജാറുകൾ, എത്ര ലിറ്ററിന്റെ എന്ന് പോലും അറിയില്ല. ഇത് വൈൻ എടുക്കാനായിട്ടുള്ള ഉണ്ടോ, തുറന്നെടുക്കാനായിട്ട്. പേര് കേട്ട സ്ഥലമാണ് മോന്തെപുൾച്ചിയാനോ. ഇവിടെ ഫേമസ് ആയിട്ടുള്ള വൈനുകളും കാര്യങ്ങളൊക്കെ ഇവിടെ വൈൻ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഇവിടെ നിന്നാണ് സൂപ്പർ മാർക്കറ്റുകൾക്കും അതുപോലെ വിദേശത്തേക്കൊക്കെ കയറ്റി അയക്കുന്നത്. ഇവിടെ നിന്നാണ് കേട്ടോ. ഒരുപാട് വൈൻ സ്റ്റോർ ചെയ്യിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇത് കാണുന്നത് മുഴുവൻ വൈനുകളുടെ ഒരു ശേഖരം കേട്ടോ. 1974 തുടങ്ങി, ഇതൊക്കെ 1974 വൈനുകളാണ്. നമ്പർ ഇട്ട് എഴുതി വെച്ചേക്കാം. ഓരോ സെക്ഷനിലും ഓരോ വർഷത്തെ ശേഖരം ഇങ്ങനെ അവർ എടുത്തു വെച്ചേക്കേണ്ടത്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് 1973-74 കാലഘട്ടത്തിലെ വൈൻ കണ്ടോ. ഈ അടുത്ത ഉള്ളിലുള്ളത് 1982, 80, 1978, 73, അതുപോലെ 79 കാലഘട്ടത്തിലുള്ള വൈനുകളുടെ ഒരു ശേഖരമാണ് കേട്ടോ ഈ കാണുന്നത്. ഇനി തുടർന്നുള്ളതൊക്കെ അങ്ങനെ ഓരോ വർഷത്തിലെ പഴക്കം ചെന്ന വൈനുകൾ ഇങ്ങനെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. 1981, 83 അതും ഇവർ പൊടി പിടിക്കാതിരിക്കാനായിട്ട് പ്ലാസ്റ്റിക് കവർ ചെയ്തിട്ട് കുപ്പി നല്ല സേഫായിട്ട് വെച്ചേക്കണേ. അത് കാണു, ഇത് കാണു. എന്തൊക്കെയാ നോക്കി. ഒരേ ഡ്രസ് ഇട്ടിട്ട് മോന്തെപുൾച്ചിയാനോയിലുള്ള വില്ലേജ് സ്ട്രീറ്റ് ഒക്കെ കണ്ടു. അങ്ങനെ നേരെ ഇനി നമുക്ക് തിരിച്ച് ബസ്സിൽ കയറാൻ പോകണം. ബസ്സിൽ കയറിയിട്ട് വേണം നമുക്ക് ഇനിയിപ്പോൾ ബസ്സിൽ കയറണമെങ്കിൽ മുന്നേ കുറച്ച് കാഴ്ചകളൊക്കെ കാണാൻ പറ്റുകയാണെങ്കിൽ അതൊക്കെ കാണാം. വാ നമുക്ക് പോവാം. ഞാൻ കൊടുക്കട്ടെ. നമ്മുടെ നാട്ടില് ചക്കക്കുരു ഒക്കെ വറക്കില്ലേ, അതുപോലത്തെ ഒരു സാധനം ഉണ്ട് ഇവിടെ, കസ്താഞ്ഞ എന്ന് പറയും. നല്ല ടേസ്റ്റാ വറുത്തത് തിന്നാൻ. അപ്പൊ അത് വറക്കാനായിട്ട് കൊടുത്തേക്കാം. ആ അതെ എടുത്തുണ്ട്. ഇതൊക്കെ കൊച്ചിന് കൊടുക്ക്, കഴിച്ചോട്ടെ. എങ്ങനെ ഒരെണ്ണെടുത്ത് കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. കണ്ടോ ഇങ്ങനെ ഇരിക്കും സംഭവം. ഇത് പൊളിച്ച് കഴിഞ്ഞ് കഴിയുമ്പോ അപ്പൊ പോകാനുണ്ടോ. കണ്ടോ ഇത് പേപ്പർ ഇങ്ങനെ തിരിയും തോറും അത് മ്യൂസിക് കേക്കണ കേട്ടോ. ഇത് പേപ്പറാണ് മ്യൂസിക്കായിട്ട് കേക്കണേ. ആ സംഭവം പുളിയുള്ളോ. പേപ്പർ നിൽക്കുമ്പോ മ്യൂസിക് നിൽക്കും. മ്യൂസിക്കിന്റെ അതല്ലേ. അതേ നിന്ന് തുടങ്ങി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ 1 ഡേ ടൂർ പ്രോഗ്രാം വളരെ നന്നായിരുന്നു. അത് ടൂർ പ്രോഗ്രാം ചെയ്ത സിബി ചേട്ടന് ആദ്യമായിട്ട് തന്നെ നന്ദി പറയണേ. എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി നമുക്ക് ഇനി വീണ്ടും കാണാം.